കവിയും സാമൂഹ്യ പരിഷ്കർത്താവും പണ്ഡിതനും നിയമനിർമ്മാണ സഭയിലെ അംഗവും സാമൂഹ്യ സാമ്പത്തിക മാറ്റത്തിനു വേണ്ടി പിന്നോക്ക ജനവിഭാഗങ്ങളുടെ ആ മാറ്റത്തിനു വേണ്ടി പോരാടുകയും ചെയ്ത അതുല്യനായ ഒരു വ്യക്തിത്വമായിരുന്നു പണ്ഡിറ്റ് കരപ്പൻ. അദ്ദേഹത്തെക്കുറിച്ച് വായിക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. വളരെ ചെറുപ്പത്തിലെ തന്നെ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ പ്രകടിപ്പിച്ചു തുടങ്ങിയ ഒരാളാണ്. 12-ാം വയസ്സിലാണ് കവിത എഴുതിയത്, ലങ്കാമർദ്ദനം. 12-ാമത്തെ വയസ്സ്. അന്ന് സംസ്കൃതം പഠിക്കുക എന്ന് പറയുന്നത് വലിയ വെല്ലുവിളിയാണ്. സവർണർക്കും വേണ്ടി മാത്രമായി മാറ്റിവെക്കപ്പെട്ടിരുന്ന സംസ്കൃതം അദ്ദേഹം പഠിക്കുകയും സംസ്കൃത പണ്ഡിതനായി മാറുകയും ചെയ്തു. പഠനത്തിനിടയിൽ ഈ ജാതിയുടെ പ്രശ്നങ്ങൾ അദ്ദേഹം അനുഭവിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ ജാതി ചൂഷണത്തിനെതിരായിട്ടുള്ള വലിയ പോരാട്ടത്തിന് അദ്ദേഹം ഇറങ്ങി തിരിച്ചത്. അദ്ദേഹത്തിൻ്റെ 19 വയസ്സിൽ എഴുതിയ കവിതയാണ് ജാതി കുമ്മി. അതിൽ ആ സ്വന്തം അനുഭവങ്ങൾ കൂടി പ്രതിഫലിക്കുന്നുണ്ട് ആ കവിത എഴുതിയതിൽ. പിന്നീട് അദ്ദേഹം നമ്മുടെ കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ അംഗമായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുകയും അവിടെ അദ്ദേഹം ഫലപ്രദമായി പിന്നോക്ക ജനവിഭാഗങ്ങളുടെ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ വളരെ ഫലപ്രദമായി അവതരിപ്പിക്കുകയും ചെയ്തു. അത് മാത്രമല്ല, അതൊരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി. അതുവരെ ചിന്തിച്ചിരുന്ന വഴികളിൽ നിന്ന് മാറി പിന്നോക്ക ജനവിഭാഗങ്ങൾ കൂടി അവരെ കൂടി ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരേണ്ടതാണ് എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിൻ്റെ ഈ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ അംഗത്വം അതിന് വഴിതെളിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. ആ കൗൺസിലിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ അതെല്ലാം ഒരു സമൂഹത്തിൻ്റെ പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളെ സാധാരണക്കാരെ പോലെ ജീവിതത്തിൻ്റെ മുഖ്യധാരയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി നടത്തിയ ശ്രമങ്ങളാണ്. മാറ്റങ്ങൾ ഉണ്ടാക്കി തുടങ്ങി എന്നതാണ് അദ്ദേഹത്തിൻ്റെ പോരാട്ടത്തിൻ്റെ ഏറ്റവും പരിണതഫലം. മാറ്റങ്ങൾ ഉണ്ടായി. ആ മാറ്റങ്ങൾക്ക് വേണ്ടി അദ്ദേഹം എല്ലാ കാലത്തും നിലകൊണ്ടു. ആചാരഭൂഷണം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കവിതയിൽ അന്ധവിശ്വാസങ്ങൾക്കെതിരായി അദ്ദേഹം ആഞ്ഞടിച്ചു. അങ്ങനെ കവിത കൊണ്ടും പ്രഭാഷണം കൊണ്ടും നിയമസഭയിലെ പ്രസംഗങ്ങൾ കൊണ്ടുമെല്ലാം അദ്ദേഹം കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം നിൽക്കുന്ന പിന്നോക്ക ജനവിഭാഗങ്ങളുടെ മാറ്റത്തിനു വേണ്ടി ശബ്ദമുയർത്തി. വിദ്യാഭ്യാസമാണ് സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിനുള്ള ഏക ഉപാധി എന്ന് കണ്ടെത്തിയ ആളാണ് പണ്ഡിറ്റ് കരപ്പൻ സാർ. വിദ്യാഭ്യാസം ആണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്ക് സാമൂഹ്യവും സാമ്പത്തികവുമായ മാറ്റം ഉണ്ടാകുകയുള്ളൂ എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഞാൻ ആദരവുകൾ അർപ്പിക്കുന്നു. അദ്ദേഹം MLC ആയതിൻ്റെ 100-ാം വാർഷികാഘോഷത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം നിങ്ങൾ എല്ലാവരുമായി ഞാൻ പങ്കുവയ്ക്കുന്നു. അതൊരു ചരിത്ര മുഹൂർത്തമാണ്. പണ്ഡിറ്റ് കരപ്പൻ സാർ MLC ആയതിൻ്റെ 100-ാം വാർഷികത്തിൽ പങ്കെടുക്കുക എന്നത് 100 വർഷം മുമ്പാണ് അദ്ദേഹം അതായത്. ആ 100-ാം വാർഷികം നമ്മൾ ആഘോഷിക്കുമ്പോൾ അതിൽ പങ്കെടുക്കുക എന്നത് വേദിയിലിരിക്കുന്ന ഞങ്ങൾക്കും നിങ്ങൾക്കും എല്ലാം വിലപ്പെട്ട ഒരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷിയായി എന്നതിൻ്റെ അർത്ഥമാണ്. ഇവിടെ ജനറൽ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ സമുദായം ഒരുപാട് പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സമുദായമാണ് യഥാർത്ഥത്തിൽ. ഇവിടെ അദ്ദേഹം തന്നെ സൂചിപ്പിച്ചതുപോലെ ശ്രീ കെ കരുണാകരൻ്റെ കാലത്തും ശ്രീ AK ആന്റണിയുടെ കാലത്തും ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാലത്തും എല്ലാം അവർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഈ സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർത്തിട്ടുണ്ട്. എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ള ഉറപ്പ് ശ്രീ കെ കരുണാകരൻ തുടങ്ങി വച്ച ശ്രീ ഉമ്മൻചാണ്ടി തുടർന്ന ശ്രീ AK ആന്റണിയും തുടർന്ന ആ നടപടികൾ ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഈ സമുദായത്തിൻ്റെ കൂടെ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയം വേണം. നമ്മളിപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന പദ്ധതി കേരളത്തെ ഒരു പോർട്ട് തുറമുഖ നഗരമാക്കി മാറ്റാനുള്ള പദ്ധതിയിൽ ആദ്യം പറഞ്ഞത് തീരപ്രദേശത്ത് ജീവിക്കുന്ന സാധാരണക്കാരുടെ മക്കൾക്ക് അതിൽ 1/3 സംവരണം കൊടുക്കുന്നതാണ്. അവരെ സാമൂഹ്യമായി ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടം കൂടിയാണത് സാമൂഹ്യമായി. കാരണം മത്സ്യലഭ്യത കുറയുന്നു, മത്സ്യലഭ്യത കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടായിരിക്കുന്നു.